ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം തുടക്കം കുറിച്ചത് തന്നെ പ്രിയ സഹോദരൻ ഉണ്ണി തോബിയാസാണ്. താൻ വളരെ സന്തോഷത്തോടെ ഇവിടെ കടന്നു വന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്താൻ താല്പര്യമാണെന്നുള്ള കാര്യം എന്നോട് പ്രിയ സഹോദരൻ പറയുകയുണ്ടായി. എനിക്കും ആ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ടായി. പ്രിയ സഹോദരൻ കോട്ടയത്ത് നിന്ന് ഇത്ര ദൂരം യാത്ര ചെയ്താണ് പ്രിയ സഹോദരൻ പിനി ജോസുമായിട്ട് കടന്നു വന്നിരിക്കുന്നത്. താൻ കുടുംബമായിട്ടാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. അതിനായിട്ട് പ്രത്യേകിച്ച് ഉണ്ണിത്തുക സഹോദരനോട് നന്ദിയെയും സ്നേഹത്തെയും ഈ സമയത്ത് അറിയിക്കുകയാണ്. നാം ഏവരും അറിയുന്ന പോലെ ഒറീസയിൽ നിന്ന് അനേക സുവിശേഷന്മാർ, എൻ്റെ ഓർമ്മയനുസരിച്ച് 12 സുവിശേഷന്മാർ ഇവിടെ കേരളത്തിൽ വരികയും 2-3 ദിവസമായിട്ട് അവരുടെ എല്ലാം ഒരു കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയ സുവിശേഷന്മാരെയും ഈ സമയത്ത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മാത്രമല്ല TBBTIയിലെ സ്റ്റുഡൻസും നമ്മുടെ മധ്യയിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെയും ഈ സമയത്ത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇത് നീണ്ട നേരമുള്ള ഒരു പാട്ടിന്റെ ഒരു പ്രോഗ്രാമാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ക്ഷമയോടും ശ്രദ്ധയോടും ഇരിക്കാൻ പാട്ടുകളിൽ കൂടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും. പ്രിയ ഇവാഞ്ചലിസ്റ്റ് സുജിത് സുന സഹോദരൻ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് നമുക്ക് മീറ്റിംഗ് തുടങ്ങാം. മാത്രമല്ല ഈ പ്രോഗ്രാമിന്റെ എല്ലാ കാര്യങ്ങളും നറേഷ്മെന്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പ്രിയ സഹോദരൻ തിന്നി സഹോദരനായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. നാം ഏവരും പ്രാർത്ഥനയോടുകൂടി അവന്റെ ദൈവസന്നിധിയിൽ കടന്നു ഇരിക്കുക. Our gracious Heavenly Father, we praise you, we adore you, worship you, Lord, because you are our Creator, you are our loving Lord. Lord, thanks for this opportunity and privilege that was granted in our life. Once we were away from you because of sin, but your Son, our Lord Savior Jesus Christ, you sent him and you save us. Our Lord Savior Jesus Christ, who died on the cross of Calvary, and he shedded his precious blood. He rose again on the third day. Oh Lord, we give thanks for your eternal love which you have demonstrated on the cross of Calvary. Thank you, Lord, for thy grace and mercy. Because of that, we could save from the sin. Thank you, Lord, for giving this new day and the first day of this week. We could worship today morning. And Lord, now also you have given the privilege to be in your presence. Thank you, Lord. And also you have given this great fellowship. And you have given this privilege and opportunity to glorify thy name. Thank you, Lord, for the Trivandrum Brethren Fellowship. Through them, Lord, you have given the privilege and you have earned this singing night. Lord, we had been praying for this program, and today you have given this privilege. Lord, as we start with this prayer, please bless this program till starting to ending. Your blessing of that hand upon all the programs, and please bless all of them, those who will sing, and help them to glorify thy name through thy Son. We ask everything in the precious name of our Lord and Savior Jesus Christ. Amen. Thank you, Brother Sujit Kumar Suna. ഇനിയുള്ള സമയം നേരത്തെ പ്രിയ അംഗങ്ങൾ ഓർപ്പിച്ചതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുന്നതിനുള്ള സമയമാണ്. തീർച്ചയായിട്ടും ഗാനങ്ങൾ കേൾക്കുമ്പോൾ അത് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അതിലൂടെയുള്ള ആത്മീയ സത്യങ്ങൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്, ആത്മീയ വളർച്ചയ്ക്ക് അത് സഹായകരമാകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല.
അപ്രകാരം വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ആദ്യമായിട്ട് ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഗാനമാണ് നാം കേൾക്കുവാനായിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിതമായിരിക്കുന്ന ഒരു ഗാനം, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ. അതിന് രണ്ടാമത്തെ സ്റ്റാൻസയിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്: യോർദാൻ കലങ്ങി മറിയും ജീവിത പാരങ്ങൾ, ഏലിയാവിൻ പുതപ്പെവിടെ നിന്റെ വിശ്വാസ ശോധനയിൽ. യോർദാന്റെ കലങ്ങി മറിയുന്ന അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ, പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും നാം കടന്നു പോകുമ്പോൾ, നമ്മെ കരം പിടിച്ച് നടത്തുന്ന ആ വലിയവനായ ദൈവത്തിന്റെ കൃപകളെയാണ് ഈ ഗാനത്തിലൂടെ നാം ഓർക്കുവാനായിട്ട് പോകുന്നത്. വളരെ ശ്രദ്ധയോടെ നമുക്ക് ഈ ഗാനം ശ്രവിക്കാം. പ്രിയ കർത്തദാസൻ ഉണ്ണി തോബിയസ് അവർകൾ ഇപ്പോൾ ഈ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നതായിരിക്കും. അതിനായിട്ട് പ്രിയ സഹോദരനെ ഞാൻ ക്ഷണിക്കുകയാണ്. എണ്ണമില്ലാത്ത കൃപകളിനാൽ
നൽകിയവൻ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ നിന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻ ഭുജത്താൽ നിന്നെ താങ്ങിയ നാമമേ. അനുഗ്രഹിക്കപ്പെട്ട ഈ ഗാനത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒരു ഹിന്ദി ഗാനം കേൾക്കാം. ഭർപൂർ ജീവൻ തേരെ ലിയെ. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന വളരെ സമൃദ്ധമായ ഒരു ജീവിതത്തെയാണ് ഈ ഗാനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സമൃദ്ധമായ ജീവനും വളരെയധികം പ്രത്യാശയും നൽകുന്നതിനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. ആ ജീവൻ നമുക്ക് ഇവിടെ ഇരിക്കുന്ന പലർക്കും അത് നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ നിത്യജീവൻ ലഭിക്കാത്ത ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ജീവനിലേക്ക്, ആ നിത്യജീവൻ കരസ്ഥമാക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുവാനായിട്ട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു ഹിന്ദി ഗാനം നമുക്ക് കേൾക്കാം. ഭർപൂർ ജീവൻ തേരെ ലിയെ. സഹോദരൻ ജോൺ സി ദാസ് അവർകളെ അതിനായിട്ട് ക്ഷണിക്കുകയാണ്. जीवन तेरे लिए, भरपूर जीवन तेरे लिए यीशु लाया है तेरे लिए, यीशु लाया है तेरे लिए, भरपूर जीवन तेरे लिए, भरपूर जीवन तेरे जीवन से तक कर है क्यों उदास, यीशु के देता जीवन में आस, जीवन से तक कर है क्यों उदास, यीशु के देता जीवन में आस, आनंद जीवन तेरे लिए, आनंद जीवन तेरे लिए यीशु लाया है तेरे लिए, यीशु लाया है तेरे लिए। काली के जीवन तेरा हे बेकरार, तरस का यीशु तुझ पर करता है प्यार, काली के जीवन तेरा हे बेकरार, तरस का यीशु तुझ पर करता है प्यार, चरणों से जीवन तेरा
यीशु पास, जीवन के जल से पीकर बुझा अपनी प्यास। यीशु बुलाता तुझको आ यीशु पास, जीवन के जल से पीकर बुझा अपनी प्यास। नदियों से जीवन तेरे लिए, नदियों से जीवन तेरे लिए यीशु लाया है तेरे लिए, यीशु लाया है तेरे लिए। വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹിന്ദി ഗാനമാണ് കേൾക്കുവാനായിട്ട് പോകുന്നത്. അഷ്കോ മേ ദുബായേ ജീവൻ എന്ന് തുടങ്ങുന്ന ഗാനം. നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുന്ന സകല കാര്യങ്ങളും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാണ്. ഒരുപക്ഷെ മാനുഷികമായി നോക്കിയാൽ തിന്മ എന്ന് തോന്നാവുന്ന ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കാം നാം കടന്നു പോകുന്നത്. എന്നാൽ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ പൂർണ്ണ അറിവോടെ മാത്രമാണ് നടക്കുന്നതെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കും. അതുകൊണ്ട് നമുക്ക് ഭയപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. എല്ലാ സാഹചര്യവും അവനെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാണ്. ഈ ആശയം വരുന്ന ഗാനമാണ് അഷ്കോ മേ ദുബായേ ജീവൻ. അതായത് നമ്മുടെ ജീവിതം ഒരുപക്ഷെ നിരാശയിൽ മുങ്ങിപ്പോയാലും കണ്ണുനീരിൽ മുങ്ങിപ്പോയാലും അത് നമുക്ക് ആത്യന്തികമായിട്ട് സന്തോഷത്തിന് കാരണമാക്കി ദൈവം തീർക്കും എന്ന വലിയ ആശയമാണ് ഈ ഗാനത്തിലൂടെ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയ കർത്താസൻ ഉണ്ണി തോബിയാസ് അവർകളെ ഈ ഗാനം പാടുവാനായിട്ട് ക്ഷണിക്കും. में डूबा ये जीवन खुशियों से भर जाएगा, अश्कों में डूबा ये जीवन खुशियों से भर जाएगा। जाते हैं गम में सदे सब कुछ बदल जाएगा, जाते हैं गम में सदे सब कुछ बदल जाएगा। अश्कों में डूबा ये जीवन खुशियों से भर जाएगा।
के एक दिन तमाम होंगे। खुशियाँ के बाके जगा के एक दिन तमाम होंगे। जिसकी नजर है यीशु मसीह पर वो उसकी संग जाएगा। जिसकी नजर है यीशु मसीह पर वो उसकी संग जाएगा। अश्कों में डूबा ये जीवन खुशियों से भर जाएगा। अश्कों में डूबा ये जीवन खुशियों से भर जाएगा। जाते हैं गम में सदे सब कुछ बदल जाएगा। जाते हैं गम में सदे सब कुछ बदल जाएगा। अश्कों में डूबा ये जीवन खुशियों से भर जाएगा। അടുത്തതായിട്ട് വീണ്ടും നമുക്ക് ഒരു ആശ്വാസഗാനം കേൾക്കാം. വഴിയിൽ സൈന്യം വന്നിടുമേ, വാനപർവ്വതങ്ങൾ മുന്നിൽ നിന്നിടുമേ, വഴിയിൽ ശത്രു തടഞ്ഞിടുമേ, വലിയവൻ പുതുവഴി തുറന്നിടുമേ. നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ മല്ലന്മാരെ പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, നമ്മുടെ ചില വാതിലുകൾ, മുമ്പിലുള്ള വാതിലുകൾ അടഞ്ഞു പോകുമ്പോൾ, ഇനി എന്തു ചെയ്യണം എന്നറിയാതെ നാം പകച്ചു നിൽക്കുമ്പോൾ, നമുക്ക് ആശ്വാസമായിട്ട് നമ്മുടെ മുൻപിൽ നമുക്ക് വേണ്ടി പുതിയ വഴികളെ തുറക്കുന്നവനാണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ്. അതുകൊണ്ട് നമുക്ക് ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട കാര്യമില്ല. ഇതിന്റെ അവസാന സ്റ്റാൻസ് എങ്ങനെയാണ് പറയുന്നത്? വിശ്വാസ നായകൻ കൂടെയില്ലേ? വിശ്വാസത്തിന്റെ നായകനായ കർത്താവായ യേശു ക്രിസ്തു നമ്മോടൊപ്പമുണ്ട്. ആ വിശ്വാസ നായകനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിത യാത്ര മുന്നോട്ട് നയിക്കാം. ഈ ആശയം വരുന്ന ഗാനം പ്രിയ കർത്താസൻ നമുക്ക് വേണ്ടി വീണ്ടും ആലപിക്കുന്നതായിരിക്കും. നമുക്ക് വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കാം. സൈന്യം വന്നിടുമേ, വൻ പർവ്വതം മുന്നിൽ നിന്നിടുമേ, വഴിയിൽ ശത്രു തടഞ്ഞിടുമേ, വലിയവൻ പുതുവഴി തുറന്നിടുമേ. വഴിയിൽ സൈന്യം വന്നിടുമേ, വൻ പർവ്വതം മുന്നിൽ നിന്നിടുമേ, വഴിയിൽ ശത്രു തടഞ്ഞിടുമേ, വലിയവൻ പുതുവഴി തുറന്നിടുമേ.
സൈന്യം വന്നിടുമേ വൻ പർവ്വതം മുന്നിൽ നിന്നിടുമേ വഴിയിൽ ശത്രു തടഞ്ഞിടുമേ വലിയവൻ പുതുവഴി തുറന്നിടുമേ യാത്രയിലിടരുതേ ഭാവിയതോർത്തു നീ കരയരുതേ പുതുവഴിയായി തീർന്ന യേശുനാഥൻ നിനക്കായി നൽവഴി തുറന്നിടുമേ പുതുവഴിയായി തീർന്ന യേശുനാഥൻ നിനക്കായി നൽവഴി തുറന്നിടുമേ വഴിയിൽ സൈന്യം വന്നിടുമേ വൻ പർവ്വതം മുന്നിൽ നിന്നിടുമേ വഴിയിൽ ശത്രു തടഞ്ഞിടുമേ വലിയവൻ പുതുവഴി തുറന്നിടുമേ നായകൻ കൂടെയില്ലേ വിശ്വസ്തനായവൻ ചാരയില്ലേ അന്ത്യം വരെയും ഭയന്നിടാതെ ധൈര്യമായി അവനൊപ്പം യാത്ര ചെയ്യാം അന്ത്യം വരെയും ഭയന്നിടാതെ ധൈര്യമായി അവനൊപ്പം യാത്ര ചെയ്യാം വഴിയിൽ സൈന്യം വന്നിടുമേ വൻ പർവ്വതം മുന്നിൽ നിന്നിടുമേ വഴിയിൽ ശത്രു തടഞ്ഞിടുമേ വലിയവൻ പുതുവഴി തുറന്നിടുമേ ദൈവത്തിന് സ്തോത്രം. അടുത്തതായിട്ടൊരു തമിഴ് ഗാനം നാം കേൾക്കുവാനായിട്ട് പോവുകയാണ്. കർദാസൻ സന്തോഷ് മാത്യു അവർകളാണ് നമുക്ക് വേണ്ടി ആലപിക്കുന്നത്. ഒരു തന്തയെ പോലെ നമ്മെ തൂക്കി സുമപ്പോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രസിദ്ധമായ പ്രഭാഷണങ്ങൾ ഒന്നാണ് ഗിരിപ്രഭാഷണം. ആ പ്രഭാഷണത്തിൽ വളരെ ആവർത്തിച്ച് താൻ തന്റെ ശിഷ്യന്മാരെ ഓർപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ദൈവം അവൻ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. എന്നാൽ അതിലുപരിയായിട്ട് അവൻ സ്വർഗസ്ഥനായ പിതാവാണ്. നാം ദൈവത്തെ ഒരു പിതാവ് എന്ന നിലയിലാണ് നാം കാണേണ്ടത്. അത് ഓർപ്പിക്കുന്ന നല്ലൊരു വാക്യം ഇങ്ങനെ നാം കാണുന്നു. മത്തായി 7:11. അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. നമ്മൾ ദോഷികളായ നമ്മുടെ മക്കൾക്ക് വളരെ നല്ലതായിട്ടുള്ള ദാനങ്ങളെ കൊടുക്കുമ്പോൾ നമ്മുടെ പിതാവായ ദൈവം എത്രയധികം നമുക്ക് നൽകും. അതിന് നാം ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നാം യാചിക്കണം, നാം പ്രാർത്ഥനയോടെ ദൈവത്തിന് മുമ്പാകെ ചെല്ലണം എന്നതാണ് ഗിരിപ്രഭാഷണത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ സ്വർഗസ്ഥനായ പിതാവിന്റെ ഈ സൽഗുണങ്ങളെ ഓർപ്പിക്കുന്ന ഈ തമിഴ് ഗാനം ഇപ്പോൾ നമുക്ക് കേൾക്കാം. അത് ആലപിക്കാനായിട്ട് പ്രിയ കർദാസൻ സന്തോഷ് മാത്യുവെ ഞാൻ ക്ഷണിക്കുകയാണ്.
சுமப்பவர் நம் தாயின் மேலாய் நம்மில் அன்பு வைப்பவர் அவர் யார் 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 தெரியுமா? அவர் யார் 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 தெரியுமா? ஒரு தந்தையை போலே நம்மை தூக்கி சுமப்பவர் நம் தாயின் மேலாய் நம்மில் அன்பு வைத்தவர் அவர் யார் 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 தெரியுமா? அவர் யார் 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 தெரியுமா? கத்தலையில் கிடந்தவராம், சத்திரத்தில் கிடந்தவராம், பாவிகளை ரட்சிக்க வந்தவராம். கத்தலையில் பிறந்தவராம், சத்திரத்தில் கிடந்தவராம், பாவிகளை ரட்சிக்க வந்தவராம். அவர் யார் 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 தெரியுமா? அவர் யார் 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 தெரியுமா? அவர்தான் 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 இயேசு. அவர்தான் 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 இயேசு. அவர்தான் அவர்தான் இயேசு. அவர்தான் 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 இயேசு. உண்மையாக உன்னில் அன்பு வைத்தவர் அவரே, உலக தோட்டம் முதல் தெரிந்து கொண்டவர் அவரே. உண்மையாக உன்னில் அன்பு வைத்தவர் அவரே, உலக தோற்றம் முதல் தெரிந்து கொண்டவர் அவரே. உனக்காக பாடுகளை ஏற்றுக்கொண்டாரே, உன்னை மீட்டு தன்னுயிரை தந்து விட்டாரே. உனக்காக பாடுகளை ஏற்றுக்கொண்டாரே, உன்னை மீட்டு தன்னுயிரை தந்து விட்டாரே. அவர்தான் 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 இயேசு. அவர்தான் 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 இயேசு. அவர்தான் 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 இயேசு. அவர்தான் 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 இயேசு. ஒரு தந்தையை போலே நம்மை தூக்கி சுமப்பவர் நம் தாயின் மேலாய் நம்மில் அன்பு வைத்தவர் அவர் யார் 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 தெரியுமா? அவர் யார் 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 தெரியுமா? மறுத்து விட்டார் இயேசு என்று கவலைப்படாதே, மீண்டும் உயர்த்து விட்டார் என்பதை நீ மறந்து விட்டாரே. மறுத்து விட்டார் இயேசு என்று கவலைப்படாதே, மீண்டும் உயர்த்து விட்டார் என்பதை நீ மறந்து விட்டாரே. நீ வணங்கும் தெய்வம் கல் மண்ணும் அல்லையே, நீ அழைத்தால் ஓடி வந்து பேசும் தெய்வமே. நீ வணங்கும் தெய்வம் கல்லு மண்ணும் அல்லையே, நீ அழைத்தால் ஓடி வந்து பேசும் தெய்வமே. அவர்தான் 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 இயேசு. அவர்தான் 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 இயேசு. அவர்தான் 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 இயேசு. அவர்தான் 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 இயேசு. ஒரு தந்தையை போலே நம்மை தூக்கி சுமப்பவர் நாம் தாயின் மேலாய் நம்மில் அன்பு வைத்தவர் அவர் யார் 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 தெரியுமா? அவர் யார் 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 தெரியுமா? தந்தையை போலே நம்மை தூக்கி சுமப்பவர் நாம் தாயின் மேலாய் நம்மில் அன்பு வைத்தவர் அவர் யார் 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 தெரியுமா? அவர் யார் 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 தெரியுமா? கத்தலையில் பிறந்தவராம், சத்திரத்தில் கிடந்தவராம், பாவிகளை மன்னிக்க வந்தவராம். கத்தலையில் பிறந்தவராம், சத்திரத்தில் கிடந்தவராம், பாவிகளை ரட்சிக்க வந்தவராம். அவர் யார் 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 தெரியுமா? அவர் யார் 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 தெரியுமா? அவர்தான் 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 இயேசு. அவர்தான் 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 இயேசு. அவர்தான் 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 இயேசு. அவர்தான் அவர்தான்
അവർ താൻ യേശു, അവർ താൻ യേശു. അപ്പോസ്തലനായ പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാണ് യാതൊരു കാര്യത്തിനും, ഈ ഭൂമിയിലെ യാതൊരു കാര്യത്തിനും ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ആ സ്നേഹത്തിന്റെ വലിയ പ്രദർശനമാണ് നമുക്ക് കാൽവറി ക്രൂശിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. നാം പാപികളായിരുന്നപ്പോൾ, നാം അഭക്തരായിരുന്നപ്പോൾ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി താൻ മരിച്ചുകൊണ്ട് നമ്മോടുള്ള സ്നേഹത്തെ അവൻ പ്രദർശിപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. ഈ അതുല്യമായ, നിസ്സീമമായ, നിരുപാധികമായ സ്നേഹത്തെ ഓർപ്പിക്കുന്ന ഒരു അനുഗ്രഹീത ഗാനമാണ് നാം ഇപ്പോൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. ഇതുപോലെ എന്നെ സ്നേഹിപ്പാൻ, ഇതുപോലെ എന്നെ കരുതുവാൻ, ഇതുപോലെ എന്നെ നടത്തുവാൻ ആരുണ്ട്? എൻ്റെ യേശു മാത്രം, യേശു മാത്രം. മാനുഷിക സ്നേഹം ഒക്കെ അത് താൽക്കാലികമാണ്, അതിന് പരിധികളുണ്ട്, പരിമിതികളുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം അത് നിത്യമായ സ്നേഹമാണ്. ഇതുപോലെ സ്നേഹിപ്പാൻ മറ്റാരും ഇല്ല എന്ന് നിസ്സംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ഗാനം നമുക്കിപ്പോൾ വളരെ പ്രാർത്ഥനയോടെ കേൾക്കാം. പ്രിയ കഥാസൻ KM കുര്യനാണ് ഈ ഗാനം രചിച്ചിരിക്കുന്നത്. ഇപ്പോൾ സഹോദരൻ ഉണ്ണി തോബിയാസ് അവർകൾ ആ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കാനായിരിക്കും. ചെങ്കടൽ കലങ്ങി മറിയുമ്പോൾ ഭിന്നിൽ പറവോ സൈന്യം മലരുമ്പോൾ മുന്നിൽ ചെങ്കടൽ കലങ്ങി മറിയുമ്പോൾ പിന്നിൽ പറവോ സൈന്യം മലരുമ്പോൾ പാതയറിയാ പകച്ചു നിൽക്കുമ്പോൾ പാത കാട്ടി നടത്തിയിടുന്നു പാതയറിയാ പകച്ചു നിൽക്കുമ്പോൾ പാത കാട്ടി നടത്തിയിടുന്നു ഇതുപോലെന്നെ സ്നേഹിപ്പാൻ ഇതുപോലെന്നെ കരുതുവാൻ ഇതുപോലെന്നെ നടത്തുവാൻ ആരുണ്ട് ഇതുപോലെന്നെ സ്നേഹിപ്പാൻ ഇതുപോലെന്നെ കരുതുവാൻ ഇതുപോലെന്നെ നടത്തുവാൻ ആരുണ്ട് എൻ്റെ യേശു മാത്രം യേശു മാത്രം
ഇതുപോലെന്നെ നടത്തുവാൻ ആരുണ്ട്? ഇതുപോലെന്നെ സ്നേഹിപ്പാൻ, ഇതുപോലെന്നെ കരുതുവാൻ, ഇതുപോലെന്നെ നടത്തുവാൻ ആരുണ്ട്? എൻ്റെ യേശു മാത്രം, യേശു മാത്രം, എൻ്റെ യേശു മാത്രം, യേശു മാത്രം, എൻ്റെ യേശു മാത്രം, യേശു മാത്രം, എൻ്റെ യേശു മാത്രം, യേശു മാത്രം. അടുത്തതായിട്ട് ഒരു ആരാധന ഗീതം ആണ് നാം കേൾക്കുവാനായിട്ട് പോകുന്നത്. 100-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. നാം ദൈവത്തെ ആർപ്പിട്ട് ആരാധിക്കേണ്ടത്, ആർത്ത് ഉല്ലസിച്ച് ആരാധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം യഹോവ നമ്മുടെ ദൈവമാണ്. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. ആ ആശയം വരുന്ന ഒരു ഗാനമാണ് നാം ഇപ്പോൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. ഇബാദത്ത് കരോ, ഇബാദത്ത് കരോ. നാം കർത്താവിനെ ആരാധിക്കുക എന്ന ആഹ്വാനമാണ് ആ ഗാനത്തിലൂടെ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു ഹിന്ദി ഗാനമാണ്. ഇപ്പോൾ പ്രിയ സഹോദരി ഹന്ന മുന്നോട്ട് കടന്നു വന്ന് നമുക്ക് വേണ്ടി ഗാനം ആലപിക്കുന്നതായിരിക്കും. ആ ഗാനം കേൾക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിച്ച് നമുക്ക് ആരാധിക്കാം. അവന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദരിയെ ഞാൻ അതിനായിട്ട് ക്ഷണിക്കും.
ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് നമ്മെ ചേർക്കുവാനായിട്ട് വീണ്ടും വരും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും എന്നുള്ള ആ പ്രത്യാശയാണ്. ആ പ്രത്യാശയെക്കുറിച്ച് തീത്തോസിൻ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്: നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശയാണ്. വലിയ ഭാഗ്യകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മെ എല്ലാവരെയും കർത്താവ് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. തെസ്സലോനിക്ക ലേഖനത്തിലും ആ വലിയ ഭാഗ്യകരമായ ആ അവസ്ഥയെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. തീർച്ചയായിട്ടും നാം ഒരു നാളിൽ നമ്മുടെ ഈ ജീവിതം, ഈ ലോകത്തിലെ ഈ ജീവിതം കഴിയുമ്പോൾ, അത് അവസാനിക്കുമ്പോൾ, നാം എല്ലാവരും കർത്താവിനോടുകൂടെ അവനോട് അനുരൂപരായിട്ട് കർത്താവിനോടുകൂടെ ആയിരിക്കും എന്നുള്ള കാര്യം ബൈബിൾ അടിവരയിട്ട് ഓർപ്പിക്കുന്ന ഒരു ആത്മീയ സത്യമാണ്. ഈ ആശയം വരുന്ന ഒരു ഗാനമാണ്, ഈ പ്രത്യാശ നമുക്ക് നൽകി നമുക്ക് പുതുക്കുന്ന ഒരു ഗാനമാണ്, ഒരു ഹിന്ദി ഗാനമാണ് ഇപ്പോൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. നീലെ ആസ്മാൻ കെ പാർ ജായെങ്കെ മേരാ യേശു രഹത്താ വഹാ, ഹം മിലേംഗെ ബാദലോം പർ ദേഖേഗ സാരാ ജഹാൻ. പ്രിയ കർത്താസൻ പുനീത് ടോബിയാസ് അവർകൾ അതിന് നമുക്ക് വേണ്ടി ആലപിക്കും. വളരെ ശ്രദ്ധയോടെ നമുക്ക് ആ ഗാനം ശ്രവിക്കാം. देखेगा सारा जहां, आसमान के पार जाएंगे मेरा यीशु रहता बहा, नीले आसमान के पार जाएंगे मेरा यीशु रहता बहा, हम मिलेंगे बादलों पर, हम मिलेंगे बादलों पर, देखेगा सारा जगह, नीले आसमान के पार जाएंगे मेरा यीशु रहता बहा, नीले आसमान के पार जाएंगे मेरा यीशु रहता बहा। उसका कोई भी वादा न होगा अधूरा, हर एक वादा उसका होता है पूरा, उसका कोई भी वादा न होगा अधूरा, हर एक वादा उसका होता है पूरा, उसका कोई भी वादा, उसके आने का वादा भी पूरा होगा, देखेगा सारा जगह, उसके आने का वादा भी पूरा होगा, देखेगा सारा जगह, हम मिलेंगे बादलों पर, हम मिलेंगे बादलों पर, देखेगा सारा जगह, नीले आसमान के पार जाएंगे मेरा यीशु रहता बहा, नीले आसमान के पार
आसमान के पार जाएंगे मेरा यीशु रहता बगा हम मिलेंगे बादलों पर हम मिलेंगे बादलों पर देखेगा सारा जगह नीले आसमान के पार जाएंगे मेरा यीशु रहता बगा नीले आसमान के पार जाएंगे തീർച്ചയായിട്ടും നീലാകാശവും കടന്ന് നാം കർത്താവായിരിക്കുന്ന ആ സ്ഥലത്തേക്ക് നാം യാത്രയാകും. ആ പ്രത്യാശയാണ് ഈ ഗാനത്തിലൂടെ നാം കേട്ടത്. അനുഗ്രഹിക്കപ്പെട്ട ഗാനത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അടുത്തതായിട്ട് പ്രിയ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കടന്നു വന്ന പ്രിയ കർത്തദാസന്മാർ ഒരു ഗ്രൂപ്പ് സോങ് ആലപിക്കുന്നതായിരിക്കും. 12 ദൈവദാസന്മാരാണ് നോർത്ത് ഇന്ത്യയിൽ ഒഡീഷയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ കർത്തദാസന്മാരെ ഗാനം ആലപിക്കുന്നതിന് മുമ്പായിട്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. കർത്തദാസൻ നിതിൻ മനോജ് അവരെ വെൽക്കം ചെയ്യുന്നതായിരിക്കും. അദ്ദേഹം നിതിൻ മനോജ് TVBTIയുടെ അക്കാഡമിക് ഡീനാണ്. അങ്ങനെ അവരെ ഒന്ന് ചില വാക്കുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അവരെ പേര് വിളിച്ച് അവരെ ക്ഷണിക്കുന്നതാണ്. ആ സമയത്ത് അവർ മുന്നോട്ട് കടന്നു വന്ന് ഈ ഗാനം ആലപിക്കും. ഇപ്പോൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കർത്തദാസൻ നിതിൻ മനോജ് അവർകളെ ഞാൻ ക്ഷണിക്കുകയാണ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ മനോഹരമായ ഈ ദിവസത്തിന്റെ വൈകുന്നേരം ദൈവത്തെ സ്തുതിക്കുന്ന അതിമനോഹരങ്ങളായ ഗാനങ്ങളുമായി കർത്താവിന്റെ സന്നിധിയിലായിരിക്കുവാൻ, കർത്താവിനെ പാടി സ്തുതിക്കുവാൻ, ഗാനങ്ങൾ കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനൊക്കെയും കർത്താവ് നമ്മെ ഇടയാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓർത്ത് ഞാനും കർത്താവിനെ സ്തുതിക്കുന്നു. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം നമ്മുടെ മുന്നിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ മുന്നിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണല്ലോ. പ്രിയ സഹോദരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഒഡീഷയിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളാണ്. ട്രിവാൻഡ്രം ബ്രദറൻ ബൈബിൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ഈ കഴിഞ്ഞ 18 മുതൽ 21 വരെ നടന്ന മിഷൻ ട്രെയിനിങ് കോൺഫറൻസിൽ പങ്കെടുക്കുവാനാണ് പ്രിയ സഹോദരങ്ങൾ കടന്നു വന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ കോൺഫറൻസിൽ പങ്കെടുക്കുവാൻ പ്രിയ സഹോദരങ്ങളെ കർത്താവ് ഇടയാക്കി തീർത്തു. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഞാൻ അവരെ ഓരോരുത്തരായിട്ട് പേര് പറഞ്ഞ് മുന്നിലേക്ക് ക്ഷണിക്കാം. അപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവരെ കാണുവാനായിട്ട് സാധിക്കും. ബ്രദർ സബക്ദാൻ കൊൻപാൻ, പ്ലീസ് കം ഫോർവേഡ്. പ്രിയ സഹോദരൻ ബനുവഗുഡ ബ്രദർ അസംബ്ലിയിൽ, ബനവഗുഡ എന്ന സ്ഥലത്ത് ബ്രദർ അസംബ്ലിയിൽ അവിടെ സുവിശേഷകനായിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. മറ്റൊരു സഹോദരൻ ബ്രദർ ഗോരാബാഗ്, പ്രിയ സഹോദരനും ബനുവഗുഡ എന്ന ബ്രദർ അസംബ്ലിയിൽ അസംബ്ലിയോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുകയും കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയ സഹോദരന്മാരാണ്. സുവിശേഷകന്മാരായി പ്രിയ സഹോദരങ്ങളോട് പ്രവർത്തിക്കുന്നു. സഹോദരൻ ബ്രദർ രാജേന്ദ്ര മഹാനന്ദിയ, ബ്രദർ രാജേന്ദ്രൻ, അദ്ദേഹം TBBTIയുടെ ഫസ്റ്റ് ബാച്ചിലെ ഒരു ഗ്രാജുവേറ്റ് ആണ്. ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി വളരെ പ്രവർത്തിക്കുന്ന ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസനാണ് അദ്ദേഹം ആദിത്യനഗർ ബ്രദർ അസംബ്ലിയോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുകയും കർത്താവിന്റെ വേലയിലായിരിക്കുന്നു ഒഡീഷയിൽ. ബ്രദർ നിഹാൽ സുന അദ്ദേഹവും കടന്നു വരുന്നത് ആദിത്യനഗർ എന്ന സ്ഥലത്തു നിന്നാണ്. ഒഡീഷയിലെ ആദിത്യനഗർ ബ്രദർ അസംബ്ലിയിൽ അദ്ദേഹം ആ സഭയിലെ ഒരു എൽഡർ ആണ്. മൂപ്പനായി കർത്താവിന്റെ ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. ബ്രദർ മംഗൾദാൻ ബാഗ്, പ്രിയ സഹോദരൻ ഒഡീഷയിലെ ബഗിരിബഡ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു.
ഒഡീഷയിലെ ബഗിരിബിഡ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിനെ ആരാധിക്കുകയും കർത്താവിന്റെ വേലയിലായിരിക്കുകയും ചെയ്യുന്ന ഒരു കർത്തൃദാസനാണ്. ബ്രദർ ശ്രാവൺ നാഗ് അദ്ദേഹവും ആദിത്യനഗർ കൊരാപ്പൂട്ട് ഡിസ്ട്രിക്റ്റിലെ, ഒഡീഷയിലെ കൊരാപ്പൂട്ട് ഡിസ്ട്രിക്റ്റിലെ ആദിത്യനഗറിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസനാണ്. ബ്രദർ പ്രഭു സായി സുന, പ്രിയ സഹോദരൻ, ഒഡീഷയിലെ ആദിത്യനഗറിൽ സ്ഥലം സഭയിലെ ഒരു വിശ്വാസിയാണ്. പ്രവർത്തനങ്ങളിലൊക്കെയും സഹകരിക്കുന്ന ഒരു സഹോദരനാണ് പ്രിയ സഹോദരൻ. ബ്രദർ മധുസൂദൻ ഖോര, പ്രിയ സഹോദരനും ദബക് ദാന ബ്രദർ അസംബ്ലിയോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുകയും അവിടെ കർത്തൃവേലയിലായിരിക്കുകയും ചെയ്യുന്നു. ബ്രദർ ജഗദീഷ് ബാഗ്, പ്രിയ സഹോദരൻ മുറാൻ ബ്രദർ അസംബ്ലിയോട് ചേർന്ന്, ഒഡീഷയിലെ മുറാൻ ബ്രദർ അസംബ്ലിയോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുകയും കർത്താവിന്റെ വേലയിലായിരിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസനാണ്. ഇനി ഇവരോടൊപ്പം ഗസ്റ്റായിട്ട് കടന്നു വന്ന ദൈവദാസന്മാരുണ്ട്. ട്രാൻസ്ലേഷൻ അതുപോലെ തന്നെ മറ്റ് ശുശ്രൂഷകൾ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി ബ്രദർ പൂർണ്ണചന്ദ്ര കാക്കറി, അദ്ദേഹവും ബഗിരിബിഡ ബ്രദർ അസംബ്ലിയിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ദൈവദാസനാണ്. ബഗിരിബിഡ ബ്രദർ അസംബ്ലിയിൽ സുശിക്ഷ വേലയായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ. ഈ 10 ദൈവദാസന്മാരാണ് കടന്നു വന്നത്. അവരോടൊന്നിച്ച് മറ്റ് 2 ദൈവദാസന്മാരുകൂടി ഗസ്റ്റായിട്ട് അവിടെ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. ആ പ്രിയ കർത്താവിന്റെ ദാസന്മാരെയും ഇപ്പോൾ മുന്നിലേക്ക് ക്ഷണിക്കുകയാണ്. ബ്രദർ സുജിത് കുമാർ സുന, പ്ലീസ് കം ഫോർവേഡ് ടു, ആൻഡ് ബ്രദർ സുരേന്ദ്ര ഠാക്കറെ. പ്രിയ സുജിത് ബ്രദർ കൊരാപ്പൂട്ട് ബ്രദർ അസംബ്ലിയോട് ചേർന്ന് കർത്താവിന്റെ ആരാധിക്കുകയും കർത്തൃവേലയിലായിരിക്കുകയും ചെയ്യുന്ന സഹോദരനാണ്. ബ്രദർ സുരേന്ദ്ര ഠാക്കറെ നന്നപ്പൂർ ബ്രദർ അസംബ്ലിയോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുകയും അവിടെ കർത്താവിന്റെ വേലയിലായിരിക്കുകയും ചെയ്യുന്ന കർത്തൃദാസന്മാരാണ്. ഈ ദൈവദാസന്മാരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനയാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി. വരും നാളുകളിലും ഇവർ പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതലായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വലിയവനായ ദൈവം അവരെ ഇടയാക്കേണ്ടതിനായിട്ട് നമുക്കവരെ പ്രാർത്ഥനയിൽ ഓർക്കണം. ഇപ്പോൾ പ്രിയ സഹോദരങ്ങൾ ഒരു ഒഡിയ ഗാനം ആലപിക്കുവാനായിട്ട് പോവുകയാണ്. ഗൗറേ എന്ന് തുടങ്ങുന്ന ഒരു ഒഡിയ ഗാനമാണ്. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: സൃഷ്ടാവായ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവമാണ് സകലത്തിന്റെയും സൃഷ്ടികർത്താവ്. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്നത്. ആ കർത്താവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു എന്നർത്ഥം വരുന്ന മനോഹരമായ ഒരു ഒഡിയ ഗാനമാണ്. ആ ഗാനം കേട്ട് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഇപ്പോൾ പ്രിയ സഹോദരങ്ങൾ ആ ഗാനം ആലപിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. আমি গাউরে গাউরে যিশুଙ୍କର গীত গাউরে, ଆମେ ଗାଉରେ ଗାଉରେ ପ୍ରଭୁଙ୍କ ମହିମା ଗାଉରେ, ଆମେ ଗାଉରେ ଗାଉରେ ଯୀଶୁଙ୍କର ଗୀତ ଗାଉରେ, ଆମେ ଗାଉରେ ଗାଉରେ ପ୍ରଭୁଙ୍କ ମହିମା ଗାଉରେ, ଆମେ ହାଲେଲୁୟା ଗାଇଛୁ, ଆମେ ହୋସାନା ଗାଇଛୁ, ଆମେ ହାଲେଲୁୟା ଗାଇଛୁ, ଆମେ ହୋସାନା ଗାଇଛୁ, ଆସ ସର୍ବେ ତାଙ୍କ ନାମ ଗାଉରେ, ଆମେ ଗାଉରେ ଗାଉରେ ଯୀଶୁଙ୍କର ଗୀତ ଗାଉରେ, ଆମେ ଗାଉରେ ଗାଉରେ ପ୍ରଭୁଙ୍କ ମହିମା ଗାଉରେ, ଆକାଶର ତାର ମାଳ ଆଲୋକର ଧାର ଧାର ତାଙ୍କରି ମହିମା ଗାଉରେ, ସାଗରର ଜଳ ଧାର କରେ ତାଙ୍କୁ ନମସ୍କାର ତାଙ୍କରି ମହିମା ଗାଉରେ, ଆକାଶର ତାର ମାଳ ଆଲୋକର ଧାର ଧାର ତାଙ୍କରି ମହିମା ଗାଉରେ, ସାଗରର ଜଳ ଧାର କରେ ତାଙ୍କୁ ନମସ୍କାର ତାଙ୍କରି ମହିମା ଗାଉରେ, ଆଶୀର୍ବାଦ ସେ ଦିଅନ୍ତି ସେହି ଆମ ଚିର ସାଥୀ, ଆଶୀର୍ବାଦ ସେ ଦିଅନ୍ତି ସେହି ଆମ ଚିର ସାଥୀ,
ଆମେ ହାଲେଲୁୟା ଗାଇଛୁ, ଆମେ ହୋସାନା ଗାଇଛୁ, ଆମେ ହାଲେଲୁୟା ଗାଇଛୁ, ଆମେ ହୋସାନା ଗାଇଛୁ। ଆସ ସର୍ବେ ତାଙ୍କ ନାମ ଗାଉରେ, ଆମେ ଗାଉରେ ଗାଉରେ ଯୀଶୁଙ୍କର ଗୀତ ଗାଉରେ, ଆମେ ଗାଉରେ ଗାଉରେ ପ୍ରଭୁଙ୍କ ମହିମା ଗାଉରେ, ଆମେ ଗାଉରେ ଗାଉରେ ଯୀଶୁଙ୍କର ଗୀତ ଗାଉରେ, ଆମେ ଗାଉରେ ଗାଉରେ ପ୍ରଭୁଙ୍କ ମହିମା ଗାଉରେ। ପାହାଡ଼ ବନଗିରି କରିଛନ୍ତି ସେ ତିଆରି, ତାଙ୍କରି ମହିମା ଗାଉରେ। ପଶୁ ପକ୍ଷୀ ବୃକ୍ଷ ଲତା ଫୁଲର କମଲ ସଭା, ତାଙ୍କରି ମହିମା ଗାଉରେ। ପାହାଡ଼ ବନଗିରି କରିଛନ୍ତି ସେ ତିଆରି, ତାଙ୍କରି ମହିମା ଗାଉରେ। ପଶୁ ପକ୍ଷୀ ବୃକ୍ଷ ଲତା ଫୁଲର କମଳ ସଭା, ତାଙ୍କରି ମହିମା ଗାଉରେ। ରହନ୍ତି ସେ ପାଖେ ନିତେ ସେ ଆମ ଚିର ସାଥେ, ରହନ୍ତି ସେ ପାଖେ ନିତେ ସେ ଆମ ଚିର ସାଥେ। ଆମେ ହାଲେଲୁୟା ଗାଇଛୁ, ଆମେ ହୋସାନା ଗାଇଛୁ, ଆମେ ହାଲେଲୁୟା ଗାଇଛୁ, ଆମେ ହୋସାନା ଗାଇଛୁ। ଆସ ସର୍ବେ ତାଙ୍କ ନାମ ଗାଉରେ, ଆମେ ଗାଉରେ ଗାଉରେ ଯୀଶୁଙ୍କର ଗୀତ ଗାଉରେ, ଆମେ ଗାଉରେ ଗାଉରେ ପ୍ରଭୁଙ୍କ ମହିମା ଗାଉରେ, ଆମେ ଗାଉରେ ଗାଉରେ ଯୀଶୁଙ୍କର ଗୀତ ଗାଉରେ, ଆମେ ଗାଉରେ ଗାଉରେ ପ୍ରଭୁଙ୍କ ମହିମା ଗାଉରେ। Thank you, brothers, for the wonderful singing. May God bless you. ചില നാളുകൾക്ക് മുമ്പ് ഒഡീഷയിലേക്ക് പോകുവാനും ഇവരൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാനും ദൈവം അടിയനെ കൃപ തന്നു. ഇവരെക്കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് മക്കെദോന്യ സഭകളെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കഷ്ടതയുടെ കഠിന ശോധനയിലും മഹാദാരിദ്ര്യത്തിന്റെ മധ്യത്തിലും അവർ ഔദാര്യമായിട്ട് ദൈവത്തിന് വേണ്ടി കൊടുത്തു എന്ന മക്കെദോന്യ സഭകളെക്കുറിച്ച് പൗലോസ് പറയും. ഈ രണ്ട് വാക്കുകളാണ് എനിക്ക് ഇവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓർമ്മ വരുന്നത്. കഷ്ടതയുടെ മഹാശോധനയിലും മഹാദാരിദ്ര്യത്തിലൂടെയും കടന്നു പോകുന്നതിന്റെ മധ്യത്തിലും വളരെ സന്തോഷത്തോടെ അവർ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു. അവർക്കാകുന്ന വിധത്തിൽ അവർ കർത്താവിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനേക ചെറിയ സഭകൾ ഈ ഒഡീഷയുടെ ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ തന്നെ ട്രൈബൽ ഏരിയാസിലും ഒക്കെ അനേക ചെറിയ ചെറിയ സഭകൾ ഉണ്ട്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും പലപ്പോഴും. അത്രയും അവിടെ സഭകൾ ഉണ്ടോ എന്ന് നാം ചിന്തിച്ചു പോകും. അത്രയധികം സഭകൾ, ചെറിയ ചെറിയ സഭകളാണ് അവിടെ ഉള്ളത്. അവിടെയെല്ലാം ഇവരെല്ലാവരും പോയി അവിടെ ടീമായി പോയി പ്രവർത്തിക്കുന്നവരാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വളരെ സുഗമമായിട്ട് പോകുന്ന പ്രവർത്തനമായിരുന്നു. എന്നാൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഈ അടുത്ത സമയത്ത് RSSകാരുടെ ചെറിയതായിട്ടുള്ള എതിർപ്പുകളും പ്രശ്നങ്ങളും അവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വലിയൊരു വെല്ലുവിളിയായിട്ട് നിലനിൽക്കുന്നു. അതുകൊണ്ട് എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇനി അടുത്തതായിട്ട് ഒരു ഗാനം ദൈവ കരുണയെ പറ്റി വർണ്ണിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഗാനം നമുക്ക് വീണ്ടും കേൾക്കാം. ദൈവ കരുണയൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. E.I. ജേക്കബ് സാർ എഴുതിയ അനുഗ്രഹീതമായ ഒരു ഗാനമാണ്. എൻ്റെ വരികളൊക്കെ വളരെ അർത്ഥസമ്പുഷ്ടമായ വരികളാണ്. പരമസമ്പന്നനീ ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസ, നിരുപമ പ്രഭയണിഞ്ഞവൻ പഴംതുണി ധരിച്ചതും ചെറിയ സംഗതിയോ. അത് ഒട്ടും ചെറിയ സംഗതിയല്ല. നിരുപമ പ്രഭയണിഞ്ഞവൻ പഴംതുണി ധരിക്കുന്നത് അത് ചെറിയ സംഗതിയല്ല. അത്രയും വലിയ കരുണയാണ്, കൃപയാണ് ദൈവം നമ്മോട് കാണിച്ചത്. ഈ ഗാനം ഇപ്പോൾ സഹോദരൻ നവീൻ ജോസഫ് മുന്നോട്ട് കടന്നു വന്ന് ആലപിക്കുന്നതായിരിക്കാം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കാം. പ്രിയ കർത്താസിനെ അതിനായിട്ട് ക്ഷണിക്കും.
ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വന്യമോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വന്യമോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം. ദൈവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ. ദൈവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വന്യമോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം. പരമസമ്പന്നനി തരണീലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസാ. പരമസമ്പന്നനി തരണീലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസാ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴം തുണി ധരിച്ചതു ചെറിയ സംഗതിയോ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴം തുണി ധരിച്ചതു ചെറിയ സംഗതിയോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വന്യമോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം. കുരിശു ചുമന്നവൻ ഗിരിമുകളേറി വിരിച്ചു കൈകാലുകളെ അതിന്മേൽ. കുരിശു ചുമന്നവൻ ഗിരിമുകളേറി വിരിച്ചു കൈകാലുകളെ അതിന്മേൽ. ശരിക്കിരും പാണികൾ പറപ്പതിനായി
അതു സ്മരിക്കുകിൽ വിസ്മയനീയം. ശരിക്കിരും പാണികൾ തറപ്പതിനായി അതു സ്മരിക്കുകിൽ വിസ്മയനീയം. ദൈവകരുണയിൻ ഘനമാഹാത്മ്യം നാവാൽ വന്യമോ. ദൈവകരുണയിൻ ഘനമാഹാത്മ്യം നാവാൽ വന്യമോ. ദൈവകരുണയിൻ ഘനമാഹാത്മ്യം. അനുഗ്രഹിക്കപ്പെട്ട ഗാനത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വിവിധങ്ങളായിട്ടുള്ള പരിശോധനകളിലൂടെ നമ്മെ കടത്തിവിടുന്നവനാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം എന്നുള്ളത് നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു എന്ന് നമ്മെ തന്നെ ബോധ്യപ്പെടുത്തുവാൻ, കർത്താവിലുള്ള ആശ്രയം എങ്ങനെ ഇരിക്കുന്നു എന്ന് നമ്മെ തന്നെ ബോധ്യപ്പെടുത്തുവാനാണ് അത്തരം ചില പരീക്ഷകളിലൂടെ, പരിശോധനകളിലൂടെ അവൻ നമ്മെ കടത്തിവിടുന്നത്. യോബിന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ വലിയ പരിശോധനയിലൂടെ യോബ് കടന്നുപോയി. എന്നാൽ ആത്യന്തികമായിട്ട് നാം വായിക്കുന്നത്, അങ്ങനെ ആ പരിശോധനയിലൂടെ കടന്നുപോയപ്പോൾ ദൈവത്തെ അറിയേണ്ടതുപോലെ, കാണേണ്ടതുപോലെ യോബ് കണ്ടു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ദൈവത്തെ കണ്ടിരിക്കുന്നു എന്ന സാക്ഷ്യമാണ് നമുക്ക് യോബിന്റെ പുസ്തകത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്രകാരം നമ്മുടെ ജീവിതത്തിലെ പരിശോധനകൾ, പരീക്ഷകൾ അതെല്ലാം ദൈവം അനുവദിക്കുന്നത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ്, നമ്മുടെ ഗുണത്തിനായിട്ടാണ്. എന്നാൽ അതേസമയം ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് താങ്ങാവുന്നതിലധികമായിട്ടുള്ള പരിശോധനകളിലൂടെ അവൻ നമ്മെ കടത്തിവിടുകയില്ല. അതിനുള്ള പരിഹാരവും അവൻ നമുക്ക് നൽകും എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. ഈ ആശയം വരുന്ന ഒരു ഗാനമാണ് ഇപ്പോൾ നാം കേൾക്കാൻ പോകുന്നത്. പരീക്ഷ, അതിന്റെ കോറസ് ഇങ്ങനെയാണ്: പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. ഈ ഗാനം ഇപ്പോൾ ഉണ്ണി തോബിയാസ് അവർകൾ നമുക്ക് വേണ്ടി പാടുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായി. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എൻ്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നത് തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. വീഴുന്നത് തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ,
ഭാവികാല സംഭവങ്ങളെക്കുറിച്ചും ഭാവികാല ശാസ്ത്രത്തെ പറ്റിയൊക്കെ നാം പഠിക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു 1000 വർഷം, ഒരു സഹസ്രാബ്ദം ഈ ഭൂമിയിൽ രാജാവായിട്ട് വാഴുവാനായിട്ട് പോവുകയാണ്. എന്നാൽ അതിനുശേഷം മറ്റൊരു കാര്യം കൂടെ സംഭവിക്കും എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്: ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ഈ പഴയ ആകാശവും പഴയ ഭൂമിയും നീങ്ങിപ്പോയതിനു ശേഷം പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുവാനായിട്ട് പോവുകയാണ്. സകലവും പുതിയതായിട്ട് മാറുവാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് യെരൂശലേം നഗരം ഭർത്താവിനായിട്ട് അലങ്കരിച്ച ഒരു മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും എന്നാണ് പറയുന്നത്. യെരൂശലേം നഗരം അതിൻ്റെ സർവ മഹത്വത്തോടുകൂടെ ഇറങ്ങി വരികയും കർത്താവ് അത് കേന്ദ്രസ്ഥാനമാക്കി ഈ ലോകത്തെ ഭരിക്കുകയും ചെയ്യും എന്ന് ദൈവവചനം പറയുന്നു. ആ കാലഘട്ടത്തിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തത് കഴിഞ്ഞുപോയി. ദൈവത്തിന് സ്തോത്രം. മരണമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖവും മുറവിളിയും ഇല്ലാത്ത ഒരു സമയത്തെക്കുറിച്ചാണ്, ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഈ വെളിപ്പാട് പുസ്തകം 21-ൽ നാം വായിക്കുന്നത്. ഇതാണ് പ്രിയമുള്ളവരെ നമ്മുടെ വലിയ പ്രത്യാശ എന്ന് പറഞ്ഞ്, ഈ പ്രത്യാശയാണ് ക്രിസ്തുവിലുള്ളവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും ഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഈ കാര്യത്തെയൊക്കെ വർണ്ണിച്ചുകൊണ്ട് മഹാകവി KV സൈമൺ സാർ എഴുതിയ പാട്ടാണ് അമ്പ യെരൂശലേം അമ്പരൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാൾ എന്ത് മനോഹരം. ഈ ഗാനം ഇപ്പോൾ കർദാസൻ ഉണ്ണി തോബിയാസ് അവർ പാടി ഇന്നത്തെ ഈ ഗാനസന്ധ്യ അവസാനിപ്പിക്കുന്നതായിരിക്കും. അതിനുശേഷം പ്രാർത്ഥിച്ച് നമ്മൾ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. അറിയാവുന്നവർ ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അമ്പ യെരൂശലേം അമ്പരൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാൾ എന്ത് മനോഹരം. അമ്പ യെരൂശലേം അമ്പരൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാളെന്തു മനോഹരം. അമ്പ യെരൂശലേം അമ്പരൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാളെന്തു മനോഹരം. അമ്പ യെരൂശലേം മണവാളനു വേണ്ടിയലങ്കരിച്ചുള്ളൊരു മണവാട്ടി തന്നെ ഈ കന്യക. നല്ല പ്രവൃത്തികൾ ആയുസ്സു ചേതയെ വല്ല മിഴികരിച്ചു കൊണ്ട വിരാമയാൽ അമ്പ യെരൂശലേം അമ്പരൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാളെന്തു മനോഹരം.
മേലല്ലതു ഇവളുടെ സൂര്യചന്ദ്രർ ഒരു വിധത്തിലും വാനം വിടുകയിൽ ഇവൾ ശോഭ അറുതിയില്ലാത്തതാം അമ്പയരൂശലേം അമ്പരൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാളെന്തു മനോഹരം അമ്പയരൂശലേ രസമെഴും സംഗീതങ്ങൾ ഇവളുടെ കാതുകളിൽ സുഖമരുളിടും ഗീതം സ്വയം ഇവൾ പാടിടും കനകവും മുത്തുരത്നം ഇവയണിയില്ലെങ്കിലും സുമുഖിയം ഇവൾ കണ്ടം ബഹുരമണീയമ അമ്പയരൂശലേ അമ്പരൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാളെന്തു മനോഹരം അമ്പയരൂശലേ കെ വി സമീർ സാറിന്റെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്ലാസിക്കൽ ഗാനമാണിത്. പാടി ഫലിപ്പിക്കുവാനായിട്ട് വളരെ പ്രയാസമുള്ള ഒരു ഗാനം. വളരെ മനോഹരമായിട്ട് കസാസൻ അത് പാടി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. എന്നാൽ അതിനു മുമ്പായിട്ട് നന്ദിയുടെ ചില വാചകങ്ങൾ പറയേണ്ടത് ആവശ്യമാണല്ലോ. പുലാനിവിള സഭയിലെ സുവിശേഷകനായിരിക്കുന്ന കഥാസൻ ഷിജി എസ് അവർകൾ മുന്നോട്ട് കടന്നു വന്ന് നന്ദി പ്രകാശനം നടത്തുന്നതാണ്. അതിന് ശേഷം പേരൂർക്കട സഭയിലെ സഭാംഗമായിരിക്കുന്ന ജേക്കബ് അങ്കിൾ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. ഇപ്പോൾ നന്ദിയുടെ വാചകങ്ങൾ പറയേണ്ടതിനായിട്ട് പ്രിയ കഥാസൻ ഷിജി എസിനെ ക്ഷണിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഏതാണ്ട് 2 മണിക്കൂറാണ് നമ്മളെ വിട്ട് കടന്നുപോയത്. കർത്താവിന്റെ സന്നിധിയിലിരുന്ന് ദൈവം താലന്തും കൃപയും നൽകിയ പ്രിയപ്പെട്ടവരിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടിക്കേൾക്കുവാൻ നമുക്കൊന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയായല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. പ്രിയ മാമൻ കുര്യനങ്ങൾ ഓർപ്പിച്ചതുപോലെ ഇങ്ങനൊരു ആശയവുമായിട്ട് മുമ്പോട്ട് വന്ന പ്രിയ കർത്താവിന്റെ ദാസൻ ഉണ്ണി തോബിയാസ് അവറുകളും കുടുംബവുമായിട്ടും ഇന്ന് നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. ഒട്ടനവധി അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ തന്റെ ശബ്ദത്തിലൂടെ കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. തന്നോടും തന്റെ കുടുംബത്തോടുള്ള നന്ദി TBF-ന്റെ പേരിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. അത് കഴിഞ്ഞ് മറ്റു ചില ഗാനങ്ങൾ കൂടെ പാടി നമ്മളെ കേൾപ്പിച്ച കർത്താവിന്റെ ദാസൻ പ്രിയ ജോൺസി സഹോദരൻ, സന്തോഷ് സഹോദരൻ, നവീൻ സഹോദരൻ, അതുപോലെ സിസ്റ്റർ ഹന്ന, പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും TBF-ന്റെ പേരിലുള്ള നന്ദിയെ അറിയിക്കുകയുന്നു. ഈ പ്രോഗ്രാം ആദ്യോടന്തം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ലീഡ് ചെയ്യുവാൻ പ്രിയ കർത്താവിന്റെ ദാസൻ പിന്നിബി ജോൺ സഹോദരനെ ദൈവം സഹായിച്ചല്ലോ. തന്നോടുള്ള നന്ദിയും ഈ തരുണത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ TBF-ന്റെ ടീം ആയ പ്രിയ സഹോദരന്മാർ എല്ലാവരോടും വിശേഷിച്ച് മാമൻ കുര്യനങ്ങളിനോടുള്ള നന്ദിയും ഈ സമയത്ത് പ്രകാശിപ്പിക്കുന്നു. TBBTയിലെ വിദ്യാർത്ഥികളായ 8 സഹോദരന്മാർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവരോടുള്ള നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. വി റിയലി താങ്ക് യു ബ്രദേഴ്സ് ഫ്രം TBBTI. അതുപോലെ തന്നെ നേരത്തെ പ്രസ്താവിച്ചതുപോലെ TBBTI കഴിഞ്ഞ ആഴ്ച ക്രമീകരിച്ച മിഷൻ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഒറീസയിലെ ഖൊറാപ്പട്ടിൽ നിന്ന് കടന്നു വന്ന 10 വിദ്യാർത്ഥികളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരും ഇവിടെ കടന്നു വന്നിട്ടുണ്ടല്ലോ. അവരോടുള്ള നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. जो भाई लोग खरापुट से आया हुआ है
आपके लिए भी बहुत बहुत शुक्रिया. അതുപോലെ തന്നെ ആ ദിവസങ്ങളിൽ അവിടെ എടുത്ത ക്ലാസ്സുകൾ അവരുടെ മാതൃഭാഷയിലെ വിവർത്തനം ചെയ്യുവാൻ കടന്നു വന്ന ദേവദാസന്മാരാണ് സുജിത് കുമാർ സുനയും സുരേന്ദ്ര ടാക്കരയും. പ്രിയ ദേവദാസന്മാരോടുള്ള നന്ദി അറിയിക്കുന്നു. വി എക്സ്റ്റെൻഡ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ടു യു ഓൾസോ. TBBTയിലെ അക്കാഡമിക് ഡീനായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയ നിതിൻ മനോജ് സഹോദരൻ, അതുപോലെ അവിടുത്തെ വാർഡൻ സാർ, പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും ഈ സമയത്ത് പ്രകാശിപ്പിക്കുകയാണ്. കൂടാതെ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒട്ടനവധി പ്രിയപ്പെട്ടവർ ഈ ശുശ്രൂഷയ്ക്ക് കടന്നു വന്നിട്ടുണ്ടല്ലോ, അവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവരോടുള്ള നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. അയൽ സഭകളിൽ നിന്നൊക്കെ ആയിട്ട് കടന്നു വന്ന എല്ലാവരോടുള്ള നന്ദിയെയും സ്നേഹത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉണ്ണി തോബിയ സഹോദരനോടൊപ്പം കടന്നു വന്ന പ്രിയ ബിജു ജോസ് സഹോദരൻ, വിനോദ് ജോസ് സഹോദരനോടുള്ള നന്ദി അറിയിക്കുന്നു. വളരെ മനോഹരമായ നിലയിൽ ഈ ശബ്ദ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചത് തന്റെ കഴിവും കൃപയുമാണ്. തന്നോടുള്ള നന്ദിയും ഈ തരുണത്തിൽ പ്രകാശിപ്പിക്കുന്നു. ഇപ്പോൾ നേരത്തെ പ്രസ്താവിച്ചതുപോലെ ജേക്കബ് ജോണങ്ങൾ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. Our Lord and our Father, we thank you for this blessed evening you gave to us, Lord. You bless this evening with all your presence and your mighty singing and praising you, Lord, with all the heavenly songs. As in the Psalms we read, Lord, I will sing unto the Lord all along our life, and I will sing praise to my God while I have my being. Lord, in our being, Lord, we want to praise you and we worship you, Lord. When we praise and worship you and sing for you, Lord, oh, you cherish us and nourish us in our inner being and remove all our worries and anxiety from us, Lord, and bring joy and peace into our life. We thank you, Lord, for all the good things you have done. This evening, Lord, you make us merry in you, Lord. We thank you for this wonderful evening once again, Lord. We praise you, Lord, for the love you extended to us, Lord. You humbled yourself, Lord. You kept aside all the privileges in the heavens. You came down to this world, lived as one among us, Lord. You took up all our sins on you, Lord, died on the cross, and you are risen on the third day. You became life-giving Spirit, and you are one with our spirit today, Lord. You have made us your vessels for your purpose, Lord. We thank you, Lord, for all the wonderful things you have done in our life, Lord. We pray for this TPF, Lord. For this fellowship, Lord, you extend to every corner of this area, Lord, so that many seeking ones, loving ones, Lord, attend these meetings every Sunday, Lord. Oh, Lord, nowadays, Lord, there are so many hindrances for this meeting. There is very thin attendance for this meeting, Lord. Oh, fill this hall with your people, Lord, so that they may hear you, Lord. And Lord, make blessed, Lord. Bless this place, Lord. All the ones who want to hear you, Lord, may come together to this place, Lord, and worship you and praise you, Lord Jesus. Oh, Lord, we pray for the conference which you held for the last 4 days for the children of God, Lord. Oh, you made all the arrangements for brothers to come from Orissa, Lord. You made the conference so blessing, Lord. Whatever they have heard there, whatever they learned there, Lord, may be helpful for them in their field work, Lord. Give them a good strength and courage, Lord. In all their difficulties, in all the adverse situation, let them praise you, Lord, and work for you in the fields, Lord, and your name may be glorified, Lord. We pray for the Pulanivala Bible College, Lord, for the last so many years, Lord. So many batches have come and learned you, Lord, and they have gone back to their places, Lord. Help each one of them, and we pray for the present batch also, Lord. Oh, Lord Jesus, that more and more people from other parts of our country come to this place and learn the word of God and may be mightily used for you, Lord. We thank you for all the good things you have done in our life. We pray for all the singers, Lord, all the brothers and sisters who sang songs for you, Lord. Oh, use them mightily for your purpose, Lord. Oh, Lord, we thank you for all the good things you have given to them, Lord. Oh, Lord, we praise for all the people who are present here, Lord. From different places, many have come, Lord. Oh, Lord, we made the evening so blessed, Lord. When we go back, Lord, we can remember you more and more. We can experience you more and more. And, Lord, we can experience your peace and joy in our life, Lord. We thank you for everything, Lord. We pray everything in the name of our Lord Jesus Christ. And in your answer our prayers, Lord. Amen.
the grace of our Lord Jesus Christ, the love of our Father God, and the fellowship of the Holy Spirit may be with us in everything, Lord, and throughout our life. And praise you, Lord Jesus. Amen.